ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആയിട്ടുള്ള 5 പേരുടെ പേരും കൂടി വീണ്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അടുത്ത 5 പേരെന്ന് അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അല്ല, ഇന്നലെ ഞാനൊരു 5 പേരുടെ പേരിട്ടു, ഇന്ന് ഇതാ 5 പേരുടെ പേര് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു 5 വെച്ച് നമുക്ക് കൺഫേം ആവട്ടെ, അങ്ങനെ നമുക്ക് ഇടാമെന്ന് കരുതി. എന്നിട്ട് അവസാനം ഒരു ഫൈനൽ ലിസ്റ്റായിട്ട് നമുക്ക് ഇടാം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാനിരിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ബിഗ് ബോസിനെ പറ്റി. എൻ്റെ പേര് ഷഹീർ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള 5 പേര് അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വൈറൽ താരം, അതെ, രേണുസുതിയാണ്. രേണുസുതി ബിഗ് ബോസിൽ കൺഫേംഡ് എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞു. 100% കൺഫേംഡ് ആണ്. വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനില്ല, പക്ഷെ അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ബിഗ് ബോസിലുണ്ടെന്ന് ആരും പറയത്തില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണുസുതി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് പുതിയൊരു പേരാണ്. ഇതുവരെയായിട്ടും കൺഫേംഡ് അല്ലായിരുന്നു, പക്ഷേ ഇന്നലെയോ ഇന്നൊക്കെയായിട്ട് കൺഫേംഡ് ആണെന്ന് കേട്ടു. പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും പേര് വരാതെ ഇങ്ങനെ പതുങ്ങി നിന്ന ഒരാളായിരുന്നു. ഇപ്പോഴേ കൺഫേംഡ്, നേരെ കൺഫേം എന്ന് പറയുകയാണ്. വേറെ ആരുമല്ല, ശൈത്യ എന്നാണ് പേര്. പുള്ളിക്കാരി കഴിഞ്ഞ വർഷം എന്തൊക്കെയോ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു, റിയാലിറ്റി ഷോ ബേസ് ചെയ്തിട്ടൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ കുറേ ഒരു കോൺട്രവേഴ്സി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. നിങ്ങൾ അറിയാൻ പറ്റും, ഒരു അമ്മയും മകളാണ് ഇവരുടെ ശരിക്കും പറഞ്ഞ കോംബോ. ഇവർ ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ഇവർ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഭയങ്കര ആദ്യത്തെ ഇത് തന്നെ ഭയങ്കര ബമ്പറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അന്ന്. അപ്പോൾ ശൈത്യയാണ് ഇവരുടെ അമ്മയും മകളാണ് ശരിക്കും. ഇവർ നമ്മുടെ ടി വിയിൽ കാണുന്നത് ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ശൈത്യ മകളാണ്, പുള്ളിക്കാരി ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയും കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. 100% കൺഫേംഡ് ആണ്. അടുത്തത് ആക്ടറായിട്ടുള്ള ആര്യൻ കദൂരിയ. നമ്മുടെ വടക്കൻ എന്ന് പറഞ്ഞൊരു മൂവിയിലൊക്കെ ഉണ്ടെന്നോ, വടക്കൻ എന്ന് പറഞ്ഞ മൂവിയോ, അതെ, അതിലുണ്ട് ആര്യൻ കദൂരിയ. പുള്ളിക്കാരനും 100% കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യുന്ന കൊമേഡിയനാണ് ദീപക് മോഹൻ. പുള്ളിക്കാരൻ ഇപ്പം ഇന്നലത്തെ അല്ല മിനാഥൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു ദീപക് മോഹനെ കൺഫേംഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ കൺഫേംഡ് ആണ്, 100% കൺഫേംഡ് ആണ്. പുള്ളിക്കാരനും ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട്. അടുത്തത് അവസാനമായിട്ട് ഇൻ്റർവ്യൂവർ ആയിട്ടുള്ള ശാരികയാണ്. പുള്ളിക്കാരി കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100% കൺഫേംഡ് ആണ്. അപ്പോൾ ശാരിക ഇത്തവണ ബിഗ് ബോസിലുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് 5 പേര് നമുക്ക് നോക്കാം. റഷോരി, 1 രേണുസുതി, 2 ശൈത്യ, ആര്യൻ കദൂരിയ, പിന്നെ ദീപക് മോഹൻ, പിന്നെ ശാരിക. ഇവർ 5 പേരാണ് അടുത്ത കൺഫേംഡ് ലിസ്റ്റ്. ഇനി ഇപ്പം ഇന്നലെ ഞാൻ 5 പേര് പറഞ്ഞു, ഇന്നൊരു 5 പേര് പറഞ്ഞു. ഇനി നാളെ കുറച്ച് പേര്, ചിലപ്പോൾ 5-6 പേരുടെ നാളെ വരും. അങ്ങനെ കൺഫേംഡ് എങ്ങനെയാണോ ആയിട്ട് അവസാനം നമുക്ക് ഒരു ഫൈനൽ ലിസ്റ്റ് നമുക്ക് നോക്കണം. ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ 5 പേര് ഇപ്പോൾ കൺഫേംഡ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ബിഗ് ബോസ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, അല്ലേ, 9-10 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെയായിട്ടും ഒരു പ്രൊമോ വന്നിട്ടില്ല ലാലേട്ടൻ, അല്ലേ. ഒരു ഡേറ്റഡ് പ്രൊമോ കാണിച്ചതെന്ന് വെച്ചാൽ പഴയ പ്രൊമോ തന്നെയാണ് ഡേറ്റഡ് ആയിട്ട് കാണിച്ചത്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു പ്രൊമോ വന്നിട്ടില്ല. ഇനി നാളെ ഒരു പ്രൊമോ വരുമോ എന്ന് പ്രതീക്ഷയുണ്ട് എനിക്ക്. കാരണം 2-3 പ്രൊമോസൊക്കെ വന്നത് വ്യാഴാഴ്ചയായിരുന്നു, അല്ലേ. ഒരാഴ്ച ഇടവിട്ടായിരുന്നു ഒരു പ്രൊമോ വന്നിട്ട്. വ്യാഴാഴ്ച രാത്രി 7 മണിക്കോ 7:30 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു ചെറിയൊരു ഡൗട്ടാണ്, നാളെ രാത്രി 7 മണിക്ക് വരുമോ എന്നൊരു ഡൗട്ട്, അറിയില്ല. പിന്നെ സ്റ്റാർ സിംഗറിൽ നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. സ്റ്റാർ സിംഗറിൽ ലാലേട്ടൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ആയിരിക്കും, മിക്കവാറും ഒരു സ്റ്റാർ സിംഗറിൻ്റെ ഒരു പ്രൊമോഷൻ ആയിരിക്കും. സ്റ്റാർ സിംഗറുടെ പ്രൊമോഷൻ എന്ന് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോഷനായിട്ടായിരിക്കും ലാലേട്ടൻ വരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഒന്ന് നമുക്ക് മാറ്റാം. ഒന്ന് ഞാൻ മാറ്റുന്നത് എനിക്കറിയില്ല, ഒന്നിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ സീസണിലൊന്നും ലാലേട്ടൻ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
എല്ലാവരും ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ എന്താണ് ബിഗ് ബോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് മ്യൂസിക്കിലാണെങ്കിൽ ആങ്കറും അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ടാണ് എന്താണ് ബിഗ് ബോസ് വരുന്നുണ്ട് അടുത്ത ആഴ്ച എന്ന് പറയും. പക്ഷേ ഇത്തവണയാണ് തോന്നുന്നു ലാലേട്ടൻ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസിന്. അതെന്തായാലും നന്നായെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം വ്യൂസും കിട്ടും ആ ഒരു അന്നത്തെ ദിവസം ഉള്ള എപ്പിസോഡിനൊക്കെ അപ്പോൾ നല്ലൊരു പ്രൊമോഷനായിട്ട് എനിക്ക് തോന്നി. അപ്പം പിന്നെ അറിയാൻ കഴിഞ്ഞത് സ്റ്റാർ സിംഗർ ഇപ്പോൾ മൺസൂൺ ഫെസ്റ്റിവൽ ഈ ഞായറാഴ്ച വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് ഈ ഞായറാഴ്ച അല്ലല്ലോ, അടുത്ത ഞായറാഴ്ച വരെയാണെന്ന് തോന്നുന്നു. ഈ ഞായറാഴ്ച വരെ അല്ല, അടുത്ത ഞായറാഴ്ച വരെയും കൂടി ഉള്ളൂ. അടുത്ത ഞായറാഴ്ച അല്ലല്ലോ, അടുത്ത ഞായറാഴ്ച വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ സിംഗർ ഒരു താൽക്കാലികമായിട്ട് എന്താണ് സ്റ്റോപ്പ് ആക്കുകയാണ് അവർ. കാരണം ബിഗ് ബോസ് ഒരു 100 ദിവസത്തേക്ക് മാത്രമാണ്, നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി തീരുന്നത് വരെ മാത്രമാണ് ഈ ഒരു സ്റ്റാർ സിംഗറിൻ്റെ ഒരു ഇത്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ സ്റ്റാർ സിംഗറൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിരുന്നതാണ് ബിഗ് ബോസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും ഒരു മൺസൂൺ ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർ സിംഗർ താൽക്കാലികമായി 100 ദിവസത്തേക്ക് ഒരു എന്താണ് ലീവ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ബിഗ് ബോസിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രൊമോ വരണം, ലാലേട്ടൻ്റെ ഒരു അടിപൊളി പ്രൊമോ വരണം. BTSലൊക്കെ നമ്മൾ കാണിച്ചു, ബിഹൈൻഡ് ദ സീനിൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നു അല്ലേ. അതിലൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ പല പല കോസ്റ്റ്യൂമിൽ നമ്മൾ ഇത്തവണ കാണാത്തൊരു കോസ്റ്റ്യൂമിലും ഒരു നീല ടീഷർട്ട് അല്ലെങ്കിൽ നീല ഷർട്ടിലൊക്കെ വന്നിട്ട് വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വരാനുള്ള പ്രൊമോ ആണ് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ ഇനി എന്താണ് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ 5 days 4 ദിവസം മാത്രം 3 ദിവസം അങ്ങനത്തെ പ്രൊമോ ആകാം, അറിയില്ല. പക്ഷെ ഒരു സെറ്റ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല, ഒരു നല്ലൊരു അടിപൊളി പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല അല്ലേ. ആ 2 minute 25 സെക്കൻഡുള്ള ഒരു പ്രൊമോ വന്നു, അത് അടിപൊളിയാണ്. പക്ഷെ ഒരു ഡേറ്റിൽ കാണിച്ചിട്ടുള്ള ഒരു നല്ലൊരു വേറൊരു പ്രൊമോ ഇതുവരെ വന്നില്ല. പിന്നെ ഒരു സീസൺ 4 നമുക്കൊരു ഹൗസിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു. സീസൺ 4 അല്ല, സീസൺ 6 4 ബെഡ്റൂം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഇത് തന്നു. പിന്നെ സീസൺ 4 എന്താണ് ഓരോരോ നമ്മളെ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പ്രൊമോയും ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ അതേപോലെ ഒന്നുമില്ല. ഇത്തവണ ഹൗസിൽ എന്തായിരിക്കും നടക്കുന്നത് എന്നൊക്കെ ഒരു പ്രൊമോ ഒക്കെ കാണിച്ചില്ല. അതേപോലെ ഒന്നും ഈ പ്രാവശ്യം ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എന്നെ അത് വരണം. പ്രൊമോഷൻസ് ഒക്കെ ഇത്തവണ കുറവാണ്, അറിയില്ല. ഇനി അവർ തന്നെ വിചാരിച്ചില്ല ഓവർ പ്രൊമോഷൻ ഒന്നും കൊടുക്കണം. ഇനി അവസാനം ഇതിന് ഓവർ പ്രൊമോഷൻ കൊടുത്തിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറ്റി അതാവണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും ഒരു ലോ പ്രൊമോഷനിലേക്ക് പോയത്. കുറവാണ് ഇത്തവണത്തെ പ്രൊമോഷൻ, നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു കൺഫേംഡ് ലിസ്റ്റായിട്ട് ഞാൻ നാളെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.